നമ്മളൊരു മിനി വ്ളോഗ് ചെയ്തിട്ട് കുറച്ചായില്ലേ, അപ്പോൾ നമുക്കൊന്ന് കറങ്ങാൻ പോവാം. ഓക്കെ, ഒരു ഷോർട്ട് വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിൽ പോവാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് കുറച്ചധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ഉണ്ട്. ആദ്യം പോകേണ്ട സ്ഥലം ഐഡിയ ഒപ്റ്റിക്സ് ആണ്. കണ്ണടയായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കോ നമ്മൾ ആദ്യം വരുന്നൊരു സ്ഥലമാണിത്. എല്ലാം പഴയ പവർ, എല്ലാം പുതിയ പവർ ആക്കണോ, ഏതൊക്കെ ആക്കിയാൽ സെറ്റാവെന്നൊക്കെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. അത് നല്ലതാ. കയ്യിൽ ഓൾറെഡി ഉള്ള കണ്ണടയുടെ ഒക്കെ ലെൻസ് മാറ്റാനാണ് വന്നതെങ്കിലും ഇവിടെ എത്തുമ്പോൾ ഇവരുടെ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത് രസമാണ്. ഏത് സാധനം കണ്ടേ? ഞാനിങ്ങനെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഫ്രെയിംസ് ഒക്കെ നോക്കുമ്പോഴാണ് എനിക്കൊരു പുതിയ വെറൈറ്റി ഐറ്റം കൂടെ പരിചയപ്പെടുത്തിയത്. ഇത് കണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിലൊക്കെ ഇങ്ങനെ ഫ്രെയിം മാറ്റി മാറ്റി ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് ഫ്രെയിംസ് ആണ്. ഇതൊരു അക്രമമായിപ്പോയി. ഇതും ഇതിൽ കുറച്ചും കൂടെ ഡീസെന്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട് കേട്ടോ. പച്ച ഒരു ഡീസെന്റ് പച്ചയാണ്, നേരത്തെ കണ്ട പോലത്തെ റിഫ്ലക്ടർ അല്ല. ഈ ബ്ലൂ കൊള്ളാം. കൈൻഡ് ഓഫ് പർപ്പിൾ. പർപ്പിളാണോ വയലറ്റ് ആണോ എന്താ ശരിക്കും? കുറച്ചധികം ഓക്കെയാണ്. ഇത് പിന്നെയും കുറച്ചും കൂടെ ഒരു മനസാക്ഷിയുള്ള ആരോ ഡെവലപ്പ് ചെയ്തതാ. നേരത്തെ തന്നത് അക്രമമായി പോയി. ഒരുപാട് കളേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ഈ സംഭവം എനിക്ക് ഇഷ്ടമായി. ഇതൊന്ന് പവർ ചെയ്ത് തന്നെ ബ്രോ. കണ്ടാ, ഇത് വേണമെങ്കിൽ മടക്കി പോക്കറ്റ് ഇടാം. ഈ സംഭവം കൊള്ളാം. ഇതൊക്കെയാണ്, ഇത് നമുക്ക് പവർ ചെയ്യാം. കണ്ണടേൻ്റെ കാര്യത്തിൽ തീരുമാനമായതിനു ശേഷം പിന്നെ നേരെ അല്ലറ ചില്ലറ കുറച്ച് ഷോപ്പിങ്ങുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. എൻ്റെ കെട്ടവൻ അടാർ തട്ടുകടയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. റഷ്യാൻ്റെ അടുത്ത് നിന്ന് ആദ്യം ഒരു അടിച്ച ചായ, അതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഫുഡ്. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫ്രണ്ട് സുലും നൗഫൽക്കയും അതേപോലെ ഏസു ബേബിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം അവളുടെ കൂടെ ഒക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ തിരിച്ച് പിന്നെ വീട്ടിലേക്ക് പോവാണ്. ആദ്യമായിട്ടാണ് നിന്നെ ട്രാഫിക്കിൽ ഒരുമിച്ച് കാണുന്നത്. ശരി. അപ്പോൾ നല്ല കുട്ടികളായിട്ട് ഞങ്ങൾ നേരത്തെ കാലത്തെ വീട്ടിൽ കയറി. നാളെ പിന്നെയും തെണ്ടാൻ ഇറങ്ങാനുള്ളതാണല്ലോ. അപ്പം ശരി, ഗുഡ് നൈറ്റ്.